വോട്ടർ പട്ടികയിലെ ആരോപണങ്ങളുമായി ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം ടി സിദ്ദിഖ് MLA-ക്കെതിരെയൊക്കെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ CPM ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇരട്ട വോട്ടുണ്ടെന്ന തരത്തിലൊക്കെ ആരോപണങ്ങളൊക്കെ വന്നാണ്. അതിന് അദ്ദേഹം പിന്നീട് വാർത്താ സമ്മേളനത്തിലൂടെ മറുപടിയും ഒക്കെ നൽകി. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഗുരുതര ആരോപണമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നു എന്ന വാർത്തയിലേക്കാണ്. കോഴിക്കോട് ജില്ലയിൽ 1 ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകളെന്നാണ് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ പറയുന്നത്. ക്രമക്കേട് ചൂണ്ടിക്കാട്ടി തള്ളാൻ നൽകിയ വോട്ടുകളിൽ 95% തള്ളിയിട്ടില്ല എന്നും പ്രവീൺ കുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇരട്ട വോട്ടുകളുള്ള ആളുകളുടെ പേരുകൾ പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുമെന്നും ബീഹാറിലെ വോട്ട് ചോരിയെ ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് CPIM സഹായത്തോടെ കോഴിക്കോട് ഇരട്ട വോട്ട് നടക്കുന്നത് എന്നും പ്രവീൺ കുമാർ ആരോപിക്കുകയാണ്. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും 1 ലക്ഷത്തിലേറെ ഇരട്ട വോട്ടുകളുണ്ട്. അത് തള്ളാൻ കൊടുത്തിട്ട് 95% തള്ളിയിട്ടില്ല. ഈ ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്യാൻ ഞങ്ങൾ കോടതിയെ സമീപിക്കുന്നുണ്ട്. അതോടൊപ്പം ഇനിയൊരു പരാതി കൂടി കൊടുക്കാൻ സമയമുണ്ടെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ വീണ്ടും പരാതി കൊടുക്കും. അതിലൂടെയും ഇവരെ നീക്കം ചെയ്തില്ലെങ്കിൽ ഇവർക്ക് വോട്ടുള്ള ബൂത്തുകളിൽ ഞങ്ങൾ പേരുകൾ പരസ്യമായി പ്രദർശിപ്പിക്കും. പോളിംഗ് സ്റ്റേഷനിൽ വരുന്ന പോളിംഗ് ഓഫീസർമാർക്ക് 2 വാർഡുകളിലും ഞങ്ങൾ കത്ത് കൊടുക്കും. ഒരിടത്ത് വോട്ട് ചെയ്തില്ല എന്ന് ഉറപ്പ് വാങ്ങിയാൽ മാത്രമേ ഇപ്പുറത്ത് വോട്ട് ചെയ്യാൻ അനുവദിക്കാവൂ എന്നുള്ള അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കും. ബീഹാറിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും BJP ചെയ്യുന്നതിനേക്കാൾ വലിയ അട്ടിമറിയും കള്ളത്തരവുമാണ് വോട്ടർ പട്ടിക കാര്യത്തിൽ കോഴിക്കോട്ട് CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ കീഴിലുള്ള ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ വാർത്തയുടെ വിവരങ്ങളുമായിട്ട് രതീഷ് വാസുദേവൻ ചേരുന്നു കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം. രതീഷ്, ഇന്നലെ വയനാട് CPIM ജില്ലാ സെക്രട്ടറി K റഫീഖ് അദ്ദേഹം ഈ ടി സിദ്ദിഖിന് കോഴിക്കോടും വയനാടും ഇരട്ട വോട്ട് ഉണ്ട് എന്ന് കാണിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് പിന്നാലെ ചിത്രങ്ങൾ സഹിതമാണ് പോസ്റ്റ് ഇട്ടത്. അതിനുശേഷം ടി സിദ്ദിഖ് തന്നെ വാർത്താ സമ്മേളനം നടത്തി അതിനെയൊക്കെ നിഷേധിച്ചിരുന്നു. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് ചോരി ക്യാമ്പയിനെ അതിനെതിരെ അതിൻ്റെ ഈ പ്രസക്തി പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആരോപണം എന്ന രീതിയിലൊക്കെ വാർത്താ സമ്മേളനത്തിലൂടെ ടി സിദ്ദിഖ് പറയുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഈ നിലവിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങൾ എങ്ങനെയാണ് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട്? സേതു, നമുക്കറിയാം ഇരട്ട വോട്ട് വിവാദം, അതായത് വ്യാജ വോട്ടുകൾ നിർമ്മിക്കുന്നു എന്നുള്ള ഇരു വിഭാഗങ്ങളും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ ആരോപിച്ചുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിൽ രംഗത്തെത്തിയത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരുന്നു. നഗരസഭയിലെ ചില വാർഡുകളിൽ ചില വീടുകളിൽ തന്നെ 300-ലധികം വോട്ടുകൾ ഉണ്ട് എന്ന കണക്കുൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ട് വലിയ പ്രതിരോധം ഭരണപക്ഷത്തിന് സർക്കാരിന് LDF-നെതിരെ ഉന്നയിച്ചിരുന്നു. എന്നാൽ CPM ഒക്കെ ഇത് സാങ്കേതികത്വം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ കൂടുതൽ വോട്ടുകൾ പലയിടങ്ങളിലുമുണ്ട്. ഇപ്പോൾ 1 ലക്ഷത്തോളം വോട്ടുകൾ ഇത്തരത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഇരട്ടിച്ചിട്ടുണ്ട് എന്നാണ് പ്രവീൺ കുമാറിൻ്റെ ആക്ഷേപം. ഇത് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ആക്ഷേപമുള്ളത് പ്രധാനമായും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പഞ്ചായത്തുകളെ UDF പഞ്ചായത്തുകളെ അട്ടിമറിക്കാനുള്ള CPM-ന്റെ ബോധപൂർവമായ ഇടപെടലാണ്. അതിന് CPM-ന്റെ പിന്തുണയുള്ള സർവീസ് സംഘടനകളുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള അട്ടിമറി നടത്തുകയാണെന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. നാദാപുരം, തിരുവള്ളൂർ, വാണിമൽ തുടങ്ങിയ പഞ്ചായത്തുകളിൽ UDF-ന്റെ വാർഡുകളിലെ ഈ വോട്ടട്ടിമറി തുടരുകയാണ്. പരാതികൾ കൊടുത്തിട്ടും സ്വാഭാവികമായിട്ടും പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി തങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇത്തരം ഇരട്ട വോട്ടുള്ള ആളുകളെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരിക, അവരെ ആ രീതിയിൽ പരിചയപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പേരുകൾ ഉൾപ്പെടെ പോളിംഗ് ബൂത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധം നടത്തുമെന്ന് ആണ് നിലവിൽ പറയുന്നത്. ഇനിയും ഏതെങ്കിലും ഘട്ടത്തിൽ പരാതി കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകുമെന്നും UDF പറയുമ്പോൾ മറുവിഭാഗവും ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ വ്യാപകമായ UDF-ന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള പഞ്ചായത്തുകളിലും മണ്ഡലങ്ങളിലും ഒക്കെ തന്നെ വ്യാപകമായി ഈ വ്യാജ വോട്ടുകൾ, ഇരട്ട വോട്ടുകൾ ചേർക്കുന്നു. ചില ആളുകൾ സ്ഥലത്തില്ലാത്ത പഠിക്കാൻ പോയ അല്ലെങ്കിൽ പ്രായമായ ആളുകളുടെ ഒക്കെ തന്നെ പേരിൽ ഇരട്ട വോട്ടുകൾ ചേർക്കപ്പെടുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. വോട്ടുകൾ വ്യാപകമായി വെട്ടുന്നു എന്ന ആക്ഷേപമുണ്ട്. ഇത് പ്രത്യാരോപണങ്ങൾ തുടരുമ്പോഴും ഇത്തരത്തിൽ കൃത്യമായ ഒരു നടപടി ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഈ 2 പാർട്ടികളും LDF-ഉം UDF-ഉം ആക്ഷേപിക്കുന്നത്. അതിനിടയിൽ പുതിയ വിവാദങ്ങളുമായി വരും ദിവസങ്ങളിലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ്. ശരി, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ തെളിവുകളും കാര്യങ്ങളൊക്കെ പുറത്തുവിടുമ്പോഴും ഇങ്ങോട്ട് ഓരോരോ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ.
അതാണ് ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട പലയിടത്തും ഇത്തരത്തിലുള്ള ഇരട്ട വോട്ട് ആരോപണങ്ങളും അതിൻ്റെ തെളിവുകൾ സഹിതവും ഒക്കെ പുറത്ത് വിടുന്നുണ്ട് പല പാർട്ടികളും പല നേതാക്കളും ഒക്കെയും.